അപ്പോൾ ഈ കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ സോഴ്സ് കോഡ്. ജിറ്റ്ഹബിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സോഴ്സ് കോഡ്. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റ് ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കോഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ ഡേ ബൈ ഡേ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നോക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഇത് നോക്കി ഓരോ വീഡിയോയിലും ചേഞ്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ചെയ്ത കോഡ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആക്ഷനാണ്. ഇത് ഹാൻഡിൽ റിക്വസ്റ്റ് വിത്ത് കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു കൺട്രോളറും ആക്ഷൻസും എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആക്ച്വൽ പ്രൊജക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള കമൻസ് ആണ്. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കമ്മിറ്റ്, ഓക്കെ, ജിറ്റിലെ പർട്ടിക്കുലർ കമ്മിറ്റിൽ വന്ന ചേഞ്ചസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ലിങ്ക് എക്സാക്ട് കമ്മിറ്റിൻ്റെ ലിങ്ക്, ഓരോ വീഡിയോയുടെയും ലിങ്ക് നമ്മൾ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വായിക്കണം അല്ലെങ്കിൽ എങ്ങനെ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജിറ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വളരെ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഇപ്പോൾ 2 ഫയൽസാണ് ഈ ഒരു പുതിയ വേർഷനിൽ ചേഞ്ച് ആയിരിക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഹോം കൺട്രോളർ ആഡ് ചെയ്തു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ program.cs കുറച്ച് ചേഞ്ചസ് വരുത്തി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഗ്രീൻ ലൈൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്ലസ് സിമ്പിളും കാണാം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുറച്ച് നമ്പർ ഓഫ് ലൈൻസ് ആഡായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരെണ്ണം മൈനസ് കാണുന്നുണ്ട്. ഓക്കെ, അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ഓഫ് കോഡ് ഡിലീറ്റ് ആയി എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി ഇവിടെ ഒരു എക്സ്ട്രാ ലൈൻ വന്നപ്പോൾ ഇത് നെക്സ്റ്റ് ലൈനിലേക്ക് പോയതാണ്. ആക്ച്വലി ഡിലീറ്റ് ആയിട്ടില്ല. പക്ഷേ നോർമലി നിങ്ങൾ കുറച്ച് കോഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഡിലീറ്റഡ് കോഡ് പ്രീവിയസ് കമ്മിറ്റിയിൽ നിന്ന് ഈ ഒരു കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഉള്ള ഡിലീറ്റഡ് കോഡ് റെഡ് ലൈൻസിലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റക്കാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാക്ട് കമ്മിറ്റ് ഹാഷിൽ വന്നിട്ട് ഈ കോഡ് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആസ് എ ബിഗിനർ നിങ്ങൾ ഈ ഒരു കോഡ് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് ടൈപ്പ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ഓവറായിട്ട് AI യൂസ് ചെയ്യുന്നതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കമ്മിറ്റ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇനി ഫ്യൂച്ചർ വരുന്ന വീഡിയോയിലൊക്കെ ഇതിൻ്റെ കമ്മിറ്റ് ഹാഷ് നമ്മൾ തരുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു റെപ്പോസിറ്ററി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള സോഴ്സ് കോഡ് നോക്കാവുന്നതാണ്.